ഒരു ചെറിയ ഗ്രാമത്തിൽ സീതയും പിന്നെ അവളുടെ മക്കളും ഉണ്ടായിരുന്നു. ശ്ലോക് പിന്നെ പരി. സീത ഒരു വിധവയായിരുന്നു. അവരുടെ വരുമാനം വളരെ കുറവായിരുന്നു. അവരുടെ വീട് ഒരു കുടിലായിരുന്നു കെട്ടിവെച്ചിരുന്നത്. മക്കളെ, നിങ്ങൾ രണ്ടുപേരും കഴിക്കൂ, ഞാൻ പോകട്ടെ. പക്ഷെ അമ്മേ, കഴിച്ചിട്ട് പോകാല്ലോ അമ്മേ. വേണ്ട മോളെ, ഒരുപാട് സമയമായി. ഞാൻ ഇനിയും ലേറ്റായിട്ട് പോയാൽ മുതലാളി പാതി ശമ്പളം കട്ട് ചെയ്യും. സ്നോക്ക്, നിങ്ങൾ പോയി കഴിക്കൂ, എന്നിട്ട് ജോലിക്ക് പോ, ശരിയോ? ശരി അമ്മേ. പിന്നെ പരി, ഇന്ന് നിനക്ക് സ്കൂൾ ലീവല്ലേ? വീട് നല്ല വൃത്തിയാക്കി വെക്കണം, മനസ്സിലായോ? ശരി അമ്മേ. സീത തന്റെ കുട്ടികളെടുത്ത് എല്ലാ ജോലി കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അവർ അവരുടെ ജോലിക്ക് പോയിരുന്നു. സീത നന്നായിട്ട് അധ്വാനിക്കും. അവർ ഫാക്ടറിയിലെ എല്ലാ സമയത്തും പാക്കിങ്ങിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സീതയുടെ മകൻ ശ്ലോക്കും നന്നായിട്ട് അധ്വാനിക്കും. അവൻ ദിവസം മുഴുവനും ഹോട്ടലിലായിരുന്നു ജോലി ചെയ്തത്. ചേട്ടാ, ഇതാ ചേട്ടാ നിങ്ങളുടെ ഓർഡർ. ഒരു മസാല ദോശ പിന്നെ 2 കോഫി. അവർക്ക് ജീവിതത്തിൽ എത്ര കഷ്ടം വന്നാലും മകനും അമ്മയും എപ്പോഴും അവർ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടിരിക്കും. വരുമാന കാശ് കുറവായാലും എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കും. അമ്മേ നോക്കൂ, ഞാൻ വീട് മുഴുവൻ വൃത്തിയാക്കിയിരിക്കുന്നു. പിന്നെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ആഹാരമുണ്ടാക്കി. അല്ല, കൊള്ളാമല്ലോ. ഇന്ന് നീ ആഹാരവും ഉണ്ടാക്കിയോ? അതെ അമ്മേ, നിങ്ങളെ ഒന്ന് സഹായിക്കാമെന്ന് കരുതി. വളരെ നല്ലത്. ഞങ്ങളുടെ കുട്ടി പരി ഇപ്പൊ വലിയ കുട്ടിയായിരിക്കുന്നു. ഇത്രയും നല്ല കുട്ടികൾ അവരുടെ കൂടെ ഉള്ളതുകൊണ്ട് സീത വളരെ സന്തോഷത്തിലായിരുന്നു. അവരുടെ 2 കുട്ടികളും അവരെ വല്ലാതെ സഹായിക്കും. എല്ലാം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു മഴക്കാലവും തുടങ്ങി. പിന്നെ സീതയുടെ വീട്ടിൽ ഓട്ടിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങി. അമ്മേ, ഇപ്പൊ എന്ത് ചെയ്യാനാ? അവിടെ പാത്രങ്ങൾ വെക്കാം. എവിടെയൊക്കെ വെള്ളം ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുന്നോ അവരവിടെയൊക്കെ പാത്രങ്ങൾ വെക്കുകയായിരുന്നു. നമ്മൾ നമ്മളുടെ വീട് നേരെയാക്കാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. പക്ഷേ അതിന് കുറെ ചെലവാവില്ല അമ്മേ. ഞാനും അതാണ് ആലോചിച്ചത്. ഞാൻ ഫാക്ടറിയിൽ നിന്നും കുറച്ച് കടം ചോദിച്ചു നോക്കാം. വീട് നമുക്കൊന്ന് പുതുക്കി പണിഞ്ഞേക്കാം. ഞാൻ ഇന്ന് വേറൊരു ജോലി തേടാൻ പോവാണ്. അതിൽ കുറച്ചും കൂടി കാശ് വരുമല്ലോ. ശരി മോനെ. അടുത്ത ദിവസം സീത ഫാക്ടറിയുടെ മാനേജറിനെ കാണാൻ പോയിരുന്നു. സാർ, ഞങ്ങളുടെ വീടൊന്ന് പുതുക്കി പണിയാനായി കുറച്ച് കാശ് വേണം. ശരി ശരി, പക്ഷെ എത്രയാണ്? എനിക്ക് 30,000 രൂപ വേണം സാർ. നീ പഴയ വർക്കറാണ്, നിനക്ക് തീർച്ചയായിട്ടും കാശ് കിട്ടും. പക്ഷെ ഈ ഫോർമാലിറ്റീസ് ഒക്കെ തീർന്നെങ്കിൽ ഏകദേശം ഒരു 15 ദിവസമാവും. ശരി സാർ. പിന്നെ മാസം മാസം ശമ്പളത്തിൽ നിന്ന് 1000 റുപ്യ കട്ടാവും കേട്ടോ. ഈ കടന് വേണ്ടിയാണ്. തീർച്ചയായും സാർ. സീത വളരെ സന്തോഷത്തിലായിരുന്നു. കാരണം വെച്ചാൽ അവർ വീട് വേഗം ശരിയാവുമെന്ന് വിചാരിച്ചു. നാളെ രാവിലെ 5 മണിക്ക് അങ്ങ് വന്നേക്ക്. 2 മണിക്കൂർ കൊണ്ട് എല്ലാ പാലും വീട്ടിലുള്ള ആൾക്കാർക്കൊക്കെ എത്തിക്കണം, മനസ്സിലായോ? പിന്നെ മാസം നിനക്ക് 3000 റുപ്യാണ് ശമ്പളം. ശരിയേട്ടാ, ഞാൻ നാളെ തന്നെ വന്നോളാം. ശ്ലോക്കും ഒരു പുതിയ ജോലിയും കണ്ടെത്തി. മോനെ, എനിക്ക് കാശ് തീർച്ചയായിട്ടും കിട്ടും. പക്ഷെ 15 ദിവസമാകും. അമ്മേ, എനിക്കും പാല് സപ്ലൈ ചെയ്യുന്ന ജോലിയും കിട്ടി. രാവിലെ 2 മണിക്കൂർ ജോലിയേ ഉള്ളൂ. മാസ ശമ്പളം 3000 റുപ്യാണ്. വളരെ നല്ലത്. ഇത് വളരെ നല്ല കാര്യം ചേട്ടാ. നിങ്ങൾക്ക് ജോലിയും കിട്ടിയിരിക്കുന്നു, പിന്നെ അമ്മയ്ക്ക് കടനും കിട്ടും. അതുപയോഗിച്ച് നമ്മൾ നമ്മുടെ വീട് പുതുക്കി പണിയാം. പിന്നെ മഴക്കാലത്ത് നമുക്ക് കഷ്ടപ്പെടേണ്ട ആവശ്യം വരില്ല. ഇതെല്ലാം തന്നെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ്. അദ്ദേഹം എല്ലാവർക്കും നല്ലതേ ചെയ്യൂ. ഇതുവരെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഒരൊറ്റ ദിവസം വലിയ മഴയും മഴ നിൽക്കാതെ പോലെ തന്നെ ഉണ്ടായിരുന്നു. സീതയുടെ വീട്ടിൽ ഇങ്ങനെ വെള്ളം കൊട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അല്ല, ഈ മഴ നിൽക്കുന്നത് പോലെ തോന്നുന്നില്ലല്ലോ. ഇതേപോലെ തന്നെ മഴ പെയ്താൽ ഗ്രാമത്തിൽ വെള്ളം വന്നേക്കമ്മേ. എല്ലാരും പേടിച്ചോണ്ടിരിക്കുകയായിരുന്നു. രാത്രി മുഴുവനും ഇടിയും മിന്നലും മഴയായിരുന്നു. ഗ്രാമം മുഴുവനും വെള്ളം നിറഞ്ഞു നിൽക്കുമായിരുന്നു. സീതയുടെ വീട്ടിന്റെ ഉള്ളിലും വെള്ളം നിറയാൻ തുടങ്ങി. കുട്ടികളെ, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തോളൂ. നമ്മൾ വേറെ എവിടെയെങ്കിലും പോകാം. 3 പേരും സാധനങ്ങളൊക്കെ എടുത്തിട്ട് വെള്ളത്തിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അമ്മേ, വെള്ളം അധികരിച്ചുകൊണ്ടേ പോകുന്നമ്മേ. നമ്മുടെ ഗ്രാമത്തിൽ എവിടെയാ അങ്ങനെ ഒരു സ്ഥലമുള്ളത്? ഈ മഴയിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ട് ജീവിക്കാനുള്ള സ്ഥലം അറിയില്ല മോളെ. ശ്ലോക് ആലോചിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. അപ്പോഴാണ് അവന് കാര്യം മനസ്സിലായത്. അമ്മേ, എനിക്ക് അങ്ങനൊരു സ്ഥലം അറിയാം. എല്ലാരും എന്റെ കൂടെ തന്നെ വരൂ. ശ്ലോക് തന്റെ കുടുംബത്തിനെയും കൂട്ടിയിട്ട് ഗ്രാമത്തിന്റെ പുറം വശത്തേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു സ്ഥലത്ത് ഒരു പഴയ ട്രെയിൻ കമ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ ട്രെയിൻ കമ്പാർട്ട്മെന്റിൽ ഭദ്രമായിട്ട് നിൽക്കാമേ. മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ 3 പേരും ട്രെയിൻ കമ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ കയറി. നമുക്ക് ഈ സ്ഥലമെങ്കിലും കിട്ടിയല്ലോ. അമ്മേ, ഇത് നമ്മുടെ വീടിനേക്കാളും നന്നായിട്ടുണ്ടമ്മേ. ഇവിടെ ഉറങ്ങാൻ മെത്തയൊക്കെ ഉണ്ട്. അതെ അതെ, ആദ്യം കഴിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന് നോക്കാം.
സീത അവർ കൊണ്ടുവന്ന എല്ലാ ഭക്ഷണങ്ങളും തുറന്നു വെച്ചു. അതിലൊരു ചെറിയ സ്റ്റൗവും പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്ന സാധനങ്ങളും പാത്രങ്ങളും ഉണ്ടായിരുന്നു. സീത ആ സാധനങ്ങളൊക്കെ വെച്ച് ഭക്ഷണം ഉണ്ടാക്കി. അമ്മേ, നന്നായിട്ട് വിശക്കുന്നുണ്ട് അമ്മേ. 5 നിമിഷം മോനെ. മഴയിൽ നിന്ന് അവർ നടന്നു വന്നതുകൊണ്ട് അവർക്കൊക്കെ നന്നായിട്ട് വിശന്നുകൊണ്ടിരുന്നു. ഭക്ഷണം തയ്യാറായതിനു ശേഷം കുട്ടികൾക്ക് ഭക്ഷണം വിളമ്പി കൊടുത്തു സീത. പിന്നെ അവളും കഴിക്കാൻ തുടങ്ങി. എല്ലാരും നല്ല വിശപ്പോടെ തന്നെ കഴിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ വീടിന്റെ ഗതി എന്തായിരിക്കും? അത് മഴവെള്ളത്തിൽ മൂழ்കി കാണും. നോക്കാം. ആദ്യം ഈ മഴയൊന്ന് നിൽക്കട്ടെ, പിന്നെ ഈ മഴ വെള്ളവും വറ്റട്ടെ. പിന്നീട് നമുക്ക് വീട് ചെന്ന് കാണാം. അതുവരെ ഈ വീട്ടിൽ നമുക്ക് താമസിക്കാം. ഈ ട്രെയിൻ വീടാണോ? അതെ, ട്രെയിൻ വീട്. എനിക്ക് ഈ ട്രെയിൻ വീട് ഒരുപാട് ഇഷ്ടമായമ്മേ. നല്ലത്. മഴയും നിന്നുപോയി. പയ്യെ പയ്യെ വെള്ളമൊക്കെ കുറഞ്ഞിട്ടിരുന്നു. ഗ്രാമത്തിൽ ജനങ്ങൾ അവരവരുടെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. സീതയും കുട്ടികളും അവരുടെ വീട് തിരിച്ചു വന്ന് കണ്ടപ്പോൾ അവരുടെ വീട് മുഴുവനും നാശമായി കിടക്കുകയായിരുന്നു. ഇപ്പോഴെന്താ ചെയ്യാ? കുറച്ചു ദിവസത്തേക്ക് ട്രെയിൻ വീട്ടിൽ താമസിക്കാം. പിന്നെ ഫാക്ടറിയിൽ നിന്നും കാശ് കിട്ടിയ ഉടനെ ഈ വീട് നമുക്ക് പുതുക്കി പണിയാം. ശരി അമ്മേ. 3 പേരും അവരുടെ പൊട്ടിയ വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ ശേഖരിച്ച് അവർ ട്രെയിൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അവർ 3 പേരും ട്രെയിൻ വീട്ടിലെത്തി. ഇപ്പോൾ അവർ ഇവിടെ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുകയായിരുന്നു. ദിവസവും ജോലിക്ക് ഇവിടുന്ന് അവർ തിരിച്ചു പോവും, പിന്നെ ഇവിടുന്ന് തിരിച്ചു വരും. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഫാക്ടറിയുടെ മാനേജർ സീതയ്ക്ക് കാശും കൊടുത്തു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് സീത കാശ് കൊണ്ട് വീട് പണിയും തുടങ്ങി. ഈ നേരത്തിലും സീതയും പിന്നെ അവളുടെ കുടുംബവും ആ ട്രെയിൻ വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അവരവിടെ തന്നെ ഭക്ഷണം ഉണ്ടാക്കും, പിന്നെ അവിടെ തന്നെ കിടന്നുറങ്ങും. കുറെ കാലങ്ങളായിട്ട് അവർ ട്രെയിൻ വീട്ടിൽ തന്നെ താമസിക്കുകയായിരുന്നു. ഏകദേശം 20 ദിവസം കൊണ്ട് സീതയുടെ വീടൊക്കെ കെട്ടി റെഡിയായിരുന്നു. പിന്നെ അവരുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവരുടെ പുതിയ വീട്ടിലേക്ക് അവർ കയറി. അമ്മേ, ഇത് വളരെ നന്നായിട്ടുണ്ടമ്മേ. ഇനി ഈ വീട് മഴയിൽ മൂഴ്കത്തില്ല. അതെ, ഒരു വിധത്തിൽ നമ്മൾ നമ്മുടെ വീട് കെട്ടിക്കഴിഞ്ഞു. അമ്മേ, ഒരു പക്ഷേ നമുക്ക് ആ ട്രെയിൻ വീട് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഗതി എന്തായിരിക്കും? അറിയില്ല. തെരുവുകൾ തോറും അവിടെയും ഇവിടെയും അലഞ്ഞു ജീവിച്ചു കാണും. ആ ദൈവത്തിന് യഥാർത്ഥത്തിൽ കാരുണ്യമുണ്ട്. നമ്മളോടുള്ള സ്നേഹം കൊണ്ട് ഒരു ട്രെയിൻ വീട് നൽകി. എത്ര കഷ്ടമാണെങ്കിലും താമസിക്കാൻ നമുക്കൊരു സ്ഥലമുണ്ടായിരുന്നല്ലോ. ട്രെയിൻ വീട് ഉള്ളത് കൊണ്ടാണ് സീതയും അവളുടെ കുടുംബവും അവിടെ രക്ഷപ്പെട്ടത്. ഇന്ന് അവർക്കിന്ന് ഒരു പുതിയ വീടും ഉണ്ടായിരുന്നു. അവരെപ്പോഴും ആ ട്രെയിൻ വീടിനാണ് നന്ദി പറയാറുള്ളത്. ആ ട്രെയിൻ വീട് അവരെ വെള്ളത്തിൽ നിന്ന് രക്ഷിച്ചിരുന്നു. കഷ്ടം വരുമ്പോൾ അവരാണ് അവരെ രക്ഷിച്ചത്.